നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കൂണെടുക്കാനായിട്ട് വന്നേക്കുവാണ്. നമ്മുടെ പഴയ ബെഡയിലൊന്നും ഇന്ന് കൂണില്ല. നമ്മുടെ പുതിയ ബെഡയിൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇന്ന് നമ്മുടെ കടയിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ പുതിയ വിത്ത് നമ്മൾ ഇനി വ്യാഴാഴ്ച ഒരു 35 വിത്തിന് പറഞ്ഞിട്ടുണ്ട് കുമരകത്തുനിന്ന്. അപ്പം നമ്മളതും പോയി എടുക്കും. ഇപ്പം നമുക്കൊരു 100 ബെഡിൽ കൂടുതലുണ്ട് ഈ ഉള്ളത്. അപ്പോൾ ഇത് ചൂട് സമയം, ചെറിയൊരു ചൂട് ഉള്ള സമയമാണ്. മഴയും ഇടയ്ക്കുണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്ക് നനച്ച് കൊടുക്കണം. 3-4 പ്രാവശ്യം നനച്ച് കൊടുക്കണേ. നമ്മൾ ചില ദിവസം നനച്ച് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒന്നും നനയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇതുണ്ട് ഈ ഇതിവിടെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്. അപ്പം നനവ് കുറവായിട്ടാണ്. അപ്പം മഴയുണ്ടെങ്കിൽ നമ്മളിത് നനച്ച് കൊടുത്ത് തന്നെ ഇരിക്കണേ. എന്നാലേ ഉള്ളൂ നമുക്ക് കൂണ് അകത്തുനിന്ന് അത് പുറത്തേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ അകത്ത് അത് ഉണങ്ങി തന്നെ പോകും, അത് പുറത്തേക്ക് വരത്തില്ല. അപ്പം മഴയുള്ള സമയത്താണ് ഇതൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് വന്നത്. ഇതൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പം നനച്ചു കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് വിളവ് കുറവേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ പുതിയ ബെഡ് നമ്മൾ പുതിയ റൂമിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പുതിയ ബെഡ് നമ്മുടെ ഈ പുതിയ റൂമിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് ഇതൊരു കുറച്ച് ബെഡ് മാത്രമേ ഉള്ളൂ. 500 ബെഡ് ഇടാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതിനകത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു 16 പാക്കറ്റ് വിത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 32 ബെഡാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു റൂമിൻ്റെ ഇത്രയും 250 സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അത്രയും ഒരു വലിയ റൂമാണ്. അപ്പോൾ അതിനകത്ത് ഇത്രയും ഒരു സൈഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ആവണക്കെണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടാണ് ഈ ബെഡ് ഇട്ടേക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കയറും വാങ്ങിച്ച് ഈ കമ്പി, ഇതുപോലെ കമ്പി നീളത്തിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ വട്ടത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പം നീളത്തിൽ ഇത് തൂക്കിയാണ് വാങ്ങിക്കുന്നത്. കിലോയ്ക്ക് ഇത്ര രൂപയാണ്, അത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയത്. ആദ്യം നമ്മൾ ഇവിടെ ഈ കയറും കൊണ്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് ഇരിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെരിവൊക്കെ വരുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ആക്കിയത്. അപ്പോൾ ഇതാകുമ്പോൾ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല കാണാനും ഒരു വൃത്തിയുണ്ട് കാണാനായിട്ട്. അപ്പം ഇതിനകത്ത് മൈസിലെ സ്പ്രെഡ് ആകാനായിട്ട് ഇതുപോലെ ആവി പോലെ കണ്ട വെള്ളം പോലെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡേറ്റ് എഴുതിയതാണ്. ഇങ്ങനെ ഈ പച്ചക്കളറിൽ കാണുന്നത് അത് മാഞ്ഞു പോയതാണ്. അപ്പോൾ 16-ാം തീയതി ചെയ്തതാണ്. ഇത് നമ്മൾ ജൂലൈ 16-ാം തീയതി ചെയ്ത ബെഡാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഒരു 30-40 പാക്കറ്റ് എടുത്താണ്. അതിൻ്റെ ബാലൻസ് നമ്മൾ ഒരു ബാരലിനകത്ത് അറക്കപ്പൊടി പുഴുങ്ങിയെടുക്കുമ്പോഴത്തേന് നമുക്കൊരു 20 പാക്കറ്റ് ചെയ്യാനായിട്ടാണ് കിട്ടുന്നത്. പിന്നെ രണ്ടാമത് പുഴുങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഹസ്ബൻഡിന് സുഖമില്ലാഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ഞായറാഴ്ചയാണ് ചെയ്യുന്നത്, നാളെയാണ് ചെയ്യുന്നത്. ആവി വന്നിട്ട് 1 മണിക്കൂർ കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു അറക്കപ്പൊടി എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അറക്കപ്പൊടി, നമുക്കിവിടെ റബ്ബറിൻ്റെ തന്നെ അറക്കുന്ന മില്ലുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മളത് എടുത്തിട്ട് ഈച്ചയുണ്ട് അപ്പുറത്തെ റൂമിനെ. അപ്പം അതുകൊണ്ട് ഇതിവിടെ ഇങ്ങനെ അടച്ചിടും. നമ്മൾക്ക് അല്ല ഇവിടേക്കും കൂടെ അത് സ്പ്രെഡ് ആവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇനി അതിനകത്ത് ഫുള്ള് ബെഡ് തീർന്നിട്ട് വേണം നമുക്കത് ഫിമിഗേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാനല്ലേ. ഈച്ച ശല്യം കൂടിയാൽ നമുക്ക് പുഴുവൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതുവരെ നമ്മുടെ ബെഡിൽ പുഴു ആദ്യം 1-2 ബെഡിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ അന്നേരം തന്നെ ആ ബെഡ് എടുത്ത് മാറ്റി. അതിനുശേഷം പിന്നെ ഇതുപോലെ ആവണക്കെണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് നമ്മൾ ഈ ബെഡ് ഇവിടേക്ക് ഇടുന്നത്. അപ്പം പുഴു ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പുഴു ഉള്ള ബെഡ് അന്നേരം തന്നെ ആ റൂമിൽ നിന്ന് മാറ്റും. പിന്നെ നമ്മൾ ബെഡ് ഇതുപോലെ റെഡിയാക്കി കഴിയുമ്പം ആവണക്കെണ്ണ നന്നായിട്ട് തുണിയിൽ നനച്ചിട്ട് ഇതുപോലെ പുറത്ത് തൂത്ത് കൊടുത്തിട്ടാണ് ഇവിടേക്ക് തൂക്കിയിടുന്നത്. പിന്നെ ചെറിയ ഹോളും ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് തൂക്കിയിടുന്നത്. പിന്നെ നമ്മൾ റൂമിൽ ഡെറ്റോൾ സ്പ്രേ ചെയ്യും. ഇടയ്ക്ക് കുന്തിരിക്കം, മഞ്ഞപ്പൊടി, കർപ്പൂരവും കൂടെ ഇട്ടിട്ട് പുകയ്ക്കും. ഒരുപാട് പുകയ്ക്കാൻ പറ്റത്തില്ല, കൂണൊക്കെ കരിഞ്ഞു പോവും. അപ്പം ഇടയ്ക്ക് ചില ദിവസമൊക്കെ പുകച്ചു കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ റൂം എപ്പോഴും നമ്മൾ ഈ ഡോറ് അടഞ്ഞു തന്നെ കിടക്കണം. പുറത്തു നിന്നുള്ള ഈ ചെറിയ ജീവികളൊക്കെ കയറാതെ, പുറത്തുനിന്ന് ചെറിയ പറക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കയറാതൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഈച്ചശല്യം ആകുമ്പോഴത്തേന് നമ്മൾ കാണുന്ന ഈച്ചനെയൊക്കെ അന്നേരം തന്നെ അതിനെ കൊന്നുകളയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോഴാണ് അത് കൂടുതൽ ഉണ്ടാകാതെ വരുന്നത്. അപ്പം അറക്കപ്പൊടി നമ്മൾ ചെയ്തെടുക്കുന്നത്, ആദ്യം അറക്കപ്പൊടി നമ്മൾ എടുത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള പൊടിയാണ് എടുക്കുന്നത്. പഴയത് നമുക്ക്
എടുക്കാറില്ല. പിന്നെ പഴയ നമുക്ക് അവിടെ നിന്ന് കിട്ടാറില്ല. അവിടെ എപ്പോഴും ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ അറക്കപ്പൊടി ഇങ്ങനെ ഈ ലോറിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇപ്പോഴും അറക്കപ്പൊടിയുണ്ട്. പുതിയ പുതിയ പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് തെള്ളിയെടുക്കും. നമ്മൾ ഈ മണലൊക്കെ തെള്ളുന്ന അരിപ്പയിൽ അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരെണ്ണം നെറ്റ് വാങ്ങിച്ചിട്ട് 4 ചതുരം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ റെഡിയാക്കി എടുത്തായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അരിച്ചെടുക്കും നന്നായിട്ട്. കട്ടയൊക്കെ കാണും, ചെറിയ തടി കഷ്ണങ്ങളും നൂലും ഒക്കെ കാണും. അതെല്ലാം കളഞ്ഞ് തെള്ളിയെടുത്തിട്ട് പിന്നെ വെള്ളത്തിനകത്ത് നമ്മൾ കാൽസ്യം കാർബണേറ്റ് അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതുവരെയും കക്ക നീറ്റിയിട്ട് ആ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാൽസ്യം കാർബണേറ്റിന് നല്ല വിലയാകും എന്നാണ് എല്ലാവരും പറയുന്നത് മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഇതുവരെയും വാങ്ങിച്ചിട്ടില്ല, വിലയും ചോദിച്ചിട്ടില്ല. അപ്പം നമ്മളത് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചാണ് അറക്കപ്പൊടി നനയ്ക്കുന്നത്. അങ്ങനെ അറക്കപ്പൊടി നനച്ചിട്ട് പുട്ടിന് നനയ്ക്കുന്ന ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പം ഇങ്ങനെ ഒരു കട്ടയായിട്ടിരിക്കുന്ന ആ രീതി പുട്ടിന് നനയ്ക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നനച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചാണ് നനച്ചെടുത്തിട്ട് ആ പൊടി നമ്മൾ ബാരലുണ്ട്, വലിയ ടാറൊക്കെ ഈ ഓയിലൊക്കെ വരുന്ന വലിയ വീപ്പയുണ്ട്, അതിനകത്ത് നമ്മൾ അറക്കപ്പൊടി നിറയ്ക്കും. അപ്പോൾ നമ്മൾ സാധാരണ അപ്പച്ചമ്പിനകത്തൊക്കെ വെക്കുന്ന പോലെ വെള്ളം നിറച്ചിട്ട് ബാരലിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് പോലെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ നമ്മൾ നെറ്റ് ഇതുപോലത്തെ ഈ നമ്മൾ ഈ ഡോറിലിട്ടേക്കുന്ന ഈ നെറ്റില്ലേ ഇതുപോലത്തെ നെറ്റും കൊണ്ട് നമ്മളൊരു സഞ്ചി പോലെ ഒരു ചാക്ക് പോലെ തയ്ച്ചെടുത്തായിരുന്നു. അപ്പോൾ ആ ചാക്ക് ബാരലിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് അതിനകത്തേക്ക് അറക്കപ്പൊടി നിറയ്ക്കും. അപ്പോൾ അടക്കപ്പൊടി നിറച്ചിട്ട് ഒരുമാതിരി ഒന്ന് നമ്മൾ അത് അമക്കി കൊടുക്കണം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ തീ കൊടുത്ത് ആവി ഈ ബാരലിൻ്റെ മേളിൽ വരാനായിട്ടൊരു നല്ലതായിട്ട് നമ്മൾ തീ കൊടുക്കണം. കുറേ ചിരട്ടയും വിറകും ഒക്കെ ഇട്ട് അങ്ങ് നന്നായിട്ട് തീ കത്തിച്ച് ഒരു 1/4 മണിക്കൂറെങ്കിലും ആകും. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ആവി മുകളിൽ വരും. ആവി മുകളിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു 3/4 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. തീ കൊടുത്ത് 3/4 മണിക്കൂറോളം ആവി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം 3/4 മണിക്കൂറോളം തീ കൊടുത്തിട്ട് പിന്നെ അത് നിർത്തി പിന്നെ നമ്മളത് ചൂട് പോകാനായിട്ട് നിരത്തിയിടുമ്പോൾ ആ നിരത്തിയിടുന്ന ഷീറ്റ് നന്നായിട്ട് ഡെറ്റോൾ ഉപയോഗിച്ച് തുടച്ചിട്ട് അതിലേക്ക് അറക്കപ്പൊടി നിരത്തിയിടണം. നന്നായിട്ട് ചൂട് പോയി കഴിയുമ്പം നമ്മൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ കവറിൻ്റെ അകവും നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ച് തുടച്ചിട്ടാണ് ഇതിലേക്ക് അറക്കപ്പൊടി നിറച്ചിട്ട് പിന്നെ വിത്തിനകത്തും കുറച്ച് കുമ്മായപ്പൊടി ഇട്ടിട്ട് അതും കൂടെ കൂട്ടിയിട്ടാണ് ഓരോ ലെയർ വെച്ചിട്ട് നമ്മൾ ഈ വിത്തിട്ട് കൊടുക്കുന്നത്. അങ്ങനെ 4 ലെയറാണ് നമ്മൾ ഈ ഒരു ബെഡിനകത്ത് വിത്തിടുന്നത്. അതിനുശേഷം നമ്മളിത് അടിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചെടുത്തിട്ടാണ് കവറിനകം തുടച്ചിട്ട് അവിടെയാണ് പൊടി നിറയ്ക്കുന്നത്. പിന്നെ നമ്മൾ മുകൾവശം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ആവണക്കെണ്ണ പുരട്ടിയിട്ട് ഹോളിട്ട് കൊടുക്കും. ചെറിയ ഹോള് സൂചിയും കൊണ്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഹോളിട്ട് കൊടുക്കും. അതിനുശേഷം ഇതുപോലെ ഹാങ് ചെയ്തിടും. ഇങ്ങനെ 15 ദിവസം നമ്മൾ ചെറിയൊരു ഇരുട്ടുമുറി, ഡാർക്ക് റൂമെന്നൊന്നും വേണ്ട, ഒരുപാട് ഇരുട്ടുമുറിയൊന്നും വേണ്ട, ചെറിയൊരു സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടാത്ത, കാറ്റൊന്നും ഡയറക്റ്റ് കിട്ടാത്ത ഒരു സ്ഥലമായിരിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളിടത്താണ് നമ്മളിത് ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നത്. ഹാങ് ചെയ്തിട്ടിട്ട് 15 ദിവസം കഴിയുമ്പോൾ ഇതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ ബ്ലേഡും കൊണ്ട് ഇതുപോലെ നീളത്തിലിങ്ങനെ നമ്മൾ വരകളിട്ട് കൊടുക്കും. ഇങ്ങനെ ഓപ്പണിംഗ് ഇട്ട് കൊടുക്കും. ഇതിലൂടെ ഈ വിത്തുകൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, മുട്ടുകൾ പുറത്തേക്ക് വരാനായിട്ടാണ്, പൂണിൻ്റെ മുട്ടുകൾ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നനച്ചും കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചൂടുള്ള സമയത്ത് 5-6 പ്രാവശ്യം നനച്ചു കൊടുക്കും. തണുപ്പുള്ള ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് 3-4 പ്രാവശ്യമൊക്കെ നനച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു 18 ദിവസം ആയപ്പോഴേ നമുക്ക് ഇപ്രാവശ്യം മുട്ടുകൾ പുറത്ത് വിരിഞ്ഞൊക്കെ വന്നു. അല്ലെങ്കിൽ ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഒരു 20-22 ദിവസമൊക്കെ ആയിട്ടാണ് നമുക്ക് നേരത്തെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബെഡ് ഒരു 3 മാസം വരെ നമുക്ക് ഒരു മാസം 1.5 മാസത്തോളം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് കൂണ് കിട്ടും. അത് കഴിഞ്ഞ് 3 മാസം വരെ ചെറിയതായിട്ട് നമുക്ക് എല്ലാ ബെഡിൽ നിന്നും കുറച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ആ സമയം ബെഡ് ഇതുപോലെ അഴുക്കായിട്ടൊക്കെ വരുവാണെങ്കിൽ അന്നേരം തന്നെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റും. പിന്നെ മറ്റുള്ള ബെഡിലേക്കൊക്കെ പൂപ്പലൊക്കെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.